അകാലിദൾ നേതാവും പഞ്ചാബിലെ മുൻ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ ഇന്നലെ ഉണ്ടായ വധശ്രമം നടത്തിയ അക്രമി നരൈൻ സിംഗ് മുൻ ഭീകരവാദിയാണെന്നാണ് പോലീസ് പറയുന്നത്. 1980-കളിൽ ഖലിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗമായി പാകിസ്ഥാൻ സന്ദർശിച്ച ഇയാളെന്നും പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുവർണ ക്ഷേത്രത്തിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കി. ਨਰੈਣ ਸਿੰਘ ਚੌੜਾ ਇੱਕ ਜਿਹੜਾ ਪੁਰਾਣਾ ਕ੍ਰਿਮੀਨਲ ਵੀ ਹੈ ਉਹਨੂੰ ਅਰੈਸਟ ਕੀਤਾ ਗਿਆ ਔਰ ਉਹਦੀ ਜਿਹੜੀ ਇਨਵੈਸਟੀਗੇਸ਼ਨ ਹੈ ਉਹ ਜਾਰੀ ਹੈ। ਅਸੀਂ ਮੁਕੱਦਮਾ ਦਰਜ ਕੀਤਾ ਔਰ ਉਹਦੇ ਪੋਜੈਸ਼ਨ ਤੋਂ 9mm ਦਾ ਪਿਸਟਲ ਵੀ ਬਰਾਮਦ ਹੋਇਆ ਔਰ ਸਾਰੀ ਤਹਿਕੀਕਾਤ ਹਰ ਐਂਗਲ ਤੋਂ ਕੀਤੀ ਜਾ ਰਹੀ ਹੈ। ਉਹ ਅਜੇ ਤੱਕ ਤਾਂ ਜਿਹੜੀ ਉਹਦੇ ਪੁੱਛਗਿੱਛ 'ਚ ਗੱਲ ਸਾਰੀ ਚੱਲ ਰਹੀ ਹੈ ਔਰ CCTV ਵੀ ਅਸੀਂ ਦੇਖ ਰਹੇ ਹਾਂ ਕੋਲੈਬੋਰੇਟ ਕਰਨ ਨੂੰ ਕਿ ਉਹ ਇਕੱਲਾ ਹੀ ਸੀ ਕਿ ਉਹਦੇ ਨਾਲ ਕੋਈ ਹੋਰ ਸਾਥੀ ਵੀ ਸੀ। ਉਹ ਸਾਰਾ ਟੈਕਨੀਕਲ ਤੇ ਜਿਹੜੀ ഓൺ സ്പോട്ട് ഇൻവെസ്റ്റിഗേഷൻ ਉਹ ਸਾਰੀਆਂ ਚੀਜ਼ਾਂ റിവീൽ ਕਰੇਗੀ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, പറയൂ, മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ നമുക്ക് ലഭിച്ചു പോലീസിൽ നിന്ന്? SKN, ഈ നരൈൻ സിംഗ് ചൗരയെ പോലീസ് ഇപ്പോഴും വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രധാനമായും ഇയാൾക്ക് പിന്നിൽ ഏതെങ്കിലും ഭീകരവാദി സംഘടനകൾക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ദൽ ഖൽസ പ്രവർത്തകനാണ് ഇയാൾ എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നു, ഭീകരവാദി സംഘടനകളുമായി പ്രവർത്തിച്ചിരുന്നു ഇയാൾ എന്നും ചോദ്യം ചെയ്യലിൽ പോലീസിനോട് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. 1980-കളിൽ ഖലിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗമായി പാകിസ്ഥാൻ സന്ദർശിച്ച് പരിശീലനം നേടിയിരുന്നു ഇയാൾ. പിന്നീട് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ആയുധം കടത്തിയത് അടക്കമുള്ള 20ഓളം കേസുകൾ ഇയാൾ നേരിടുന്നുണ്ട്. ബുറൈൽ ജയിലാക്രമണ കേസിലെ പ്രതിയാണ്. ഒപ്പം തന്നെ മറ്റ് നിരവധി ഈ ഖലിസ്ഥാൻ സംഘടനകളുമായി ചേർന്ന് ഇയാൾ പ്രവർത്തിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ നിർണായകമാകുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമായ ഗൂഢാലോചനയുണ്ടോ എന്നുള്ളതാണ്. ഒരു സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകര സംഘടന ഈ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതും മറ്റ് ആളുകൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ ഇത് ഈ സുഖ്ബീർ സിംഗ് ബാദലിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനായി രാഷ്ട്രീയമായി അദ്ദേഹത്തിനൊരു തിരിച്ചുവരവിന് വഴിയൊരുക്കുന്നതിനായി ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു നാടകമാണോ എന്ന വശം ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം രാഷ്ട്രീയമായി ശിരോമണി അകാലിദൾ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തീർത്തും തകർന്നടിഞ്ഞ നിലയിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 13 സീറ്റിൽ മത്സരിച്ച് 10 സീറ്റിലും കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടു. ഒരു സീറ്റ് മാത്രമാണ് നേടാനായത്. സുഖ്ബീർ സിംഗ് ബാദലിനാകട്ടെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച് ഒഴിയേണ്ട സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ആസൂത്രിതമായ ഒരു നീക്കമാണ് നടന്നത് എന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ സുഗമമായി ഈ പ്രതിയെ പിടികൂടാനായത് എന്നും ഉള്ള ആക്ഷേപം ആം ആദ്മി പാർട്ടി അടക്കമുള്ളവർ താഴെത്തട്ടിൽ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്ന് ഈ സുവർണ ക്ഷേത്രത്തിലെ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.